ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് റമദാൻ 10ൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ അത്താഴത്തിന് എഴുന്നേറ്റു, ഫ്രഷായി. ഞാൻ കഞ്ഞിയും ചായയും കടിയൊക്കെ ആണ് കേട്ടോ കഴിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കടിയും ചായയും തന്നെയാണ് കഴിക്കാറ്. അങ്ങനെ നിസ്കരിച്ചൊന്ന് ഉറങ്ങി അങ്ങനെ എണീറ്റു കേട്ടോ. പിന്നെ കോളേജിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതാ റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ പോവാണ്. പിന്നെ അങ്ങനെ ഇതാ കോളേജിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, കയറി ഫോളോ ചെയ്യണേ. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും നോമ്പ് എങ്ങനെ പോകുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ ഇതാ നേരെ നമ്മൾ ക്ലാസ്സിലോട്ടൊക്കെ പോവാണ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഞാൻ തന്നെ ആട്ടോ ഫസ്റ്റ് എത്തിയിട്ടുണ്ടായത്. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും വന്നു, അവരോടൊക്കെ സൊറ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഫോൺ വെക്കേണ്ട ടൈമായിട്ടോ, 10 മണിക്ക് ഫോൺ വെക്കണമല്ലോ. അപ്പോൾ ഈ ഒരു ട്രേയിലാണ് നമ്മൾ ഫോൺ വെക്കാറ്. അപ്പോൾ അങ്ങനെ ഇതാ ഫോണിൽ ട്രേ ഒക്കെ കൊണ്ടുവച്ചു. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു കേട്ടോ. ഉച്ചവരെ ആയിരുന്നു ക്ലാസ് ഉണ്ടായത്. അതിന് ശേഷം ഇതാ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി, ബസ് കയറി നാട്ടിലെത്തി. അങ്ങനെ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇതാ നിസ്കാരമൊക്കെ കഴിഞ്ഞു, അടുക്കളയിലോട്ട് കയറി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എൻ്റെ അനിയത്തി ആട്ടോ സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അവൾ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങും ചിക്കനും പിന്നെ ഒനിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലോട്ടേക്ക് നമുക്കിനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് മിക്സിയുടെ ജാറിൽ നല്ലപോലെ ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ. അധികം പേസ്റ്റ് രൂപത്തിലാക്കണ്ട, കുറച്ചൊരു കനത്തിൽ ഒന്ന് കറക്കിയെടുക്കുക. എന്നിട്ട് നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അങ്ങനെ ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. പിന്നെ വേണ്ടത് മൈദപ്പൊടിയാണ്. അങ്ങനെ അതൊക്കെ ഇട്ടെടുത്തിട്ട് നല്ല മാവിൻ്റെ ആ ഒരു പരുവത്തിലാവുന്നത് വരെ നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പ് അനുസരിച്ച് ആക്കി കൊടുക്കുക. ഇപ്പോൾ ഡോനറ്റിൻ്റെ ഷേപ്പ് ആണെങ്കിൽ നടുക്കൊരു ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് മൈദമാവിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമ്മളെ മുട്ടയിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് നല്ലപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഒന്നാമത്തെ ഡിഷ് റെഡി ആയിട്ടുണ്ട്, ചിക്കൻ ഡോനറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് സാൻഡ്വിച്ച് ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ അപ്ലോഡ് ആക്കിയതാണ്, അപ്പോൾ വേണ്ടവർ കാണുക കേട്ടോ. അപ്പോൾ ഇതാ അത് നമ്മൾ ഫുള്ള് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ നല്ലപോലെ ടോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ അതും സെറ്റായിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഒരു ബനാന വെച്ചിട്ട് ഒരു ഇഫ്താർ സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത പഴം എടുക്കുക. അതിനുശേഷം മിക്സഡ് ജാറിലേക്ക് കട്ട് ചെയ്തിടുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക, ഒരു നുള്ളു ഉപ്പ്, പിന്നെ കുറച്ച് ഏലക്കപ്പൊടി. ഏലക്ക ഉണ്ടെങ്കിൽ ഒരു 2-3 ഏലക്ക ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല വെള്ളം ഓവറായി പോരുത്, കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മിക്സിയുടെ ജാറിൽ നല്ലപോലെ കറക്കിയെടുക്കുക. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലാവും കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്, പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുക്കേണ്ടത്. പച്ചരീൻ്റെ പൊടി എടുക്കരുത്, നമുക്ക് പത്തലിന് വേണ്ട അരിപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ അതെടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നല്ലപോലെ മാവ് കുഴച്ചെടുക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നല്ലവണ്ണം പഴുത്ത പഴയതുകൊണ്ട് തന്നെ കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും നല്ലപോലെ ടൈം എടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് തേങ്ങ വേണം. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു മുറി തേങ്ങ എടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മൾ ഫ്രൈ പാനിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് പിന്നെ വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാരയും പിന്നെ 2-3 ടേബിൾ സ്പൂൺ ഗീയും ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് എന്താ പറയുക മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തേങ്ങ എടുത്തത് കുറഞ്ഞു പോയായിരുന്നു, പിന്നെ രണ്ടാമത് തേങ്ങ കുറച്ചും കൂടെ എടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ട ആവശ്യമുള്ളത്ര എടുക്കാം. എന്നിട്ട് ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുഴച്ച് വെച്ച മാവെന്ന് ബോൾസ് ആക്കി എടുത്തതിന് ശേഷം അതൊന്ന് പരത്തി അതിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഷേപ്പിലേക്ക് ആക്കാം. ഇപ്പോൾ ഉന്നക്കായൻ്റെ ഷേപ്പ് ആണെങ്കിൽ നമുക്ക് അതിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് പരന്ന രീതിയിലാട്ടോ ആക്കി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടും നല്ല എളുപ്പമുള്ള സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇതാ ഞാനൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു കറുത്ത മുന്തിരി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഫുള്ളൊന്ന് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആവിയിലാണ് അത് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലീൻ്റെ പാത്രം എടുക്കാൻ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ആക്കി വെച്ച സ്നാക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ആക്കാന്നുള്ള രീതിയിൽ എല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്.
അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനൊരു 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസ് അടിക്കുന്നത് പഴമാണ് കേട്ടോ. അപ്പോൾ ഉമ്മയാണ് പഴത്തിൻ്റെ ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ പഴം ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 20 മിനിറ്റിന് ശേഷം ഞാൻ നമ്മുടെ സ്നാക്ക് എന്തായി എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് വേവായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയി വരുമ്പോഴത്തേക്കും ഏകദേശം നമ്മളെ നോമ്പ് തുറൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പ്ലേറ്റിലേക്ക് നമ്മൾ ചിക്കൻ ഡോനറ്റും നമ്മൾ ബനാനൻ്റെ സ്നാക്കും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ലൈം സോഡ ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടിയിട്ട് ലൈം ജഗ്ഗിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ ഇതാ നമ്മളെ നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ നോമ്പ് തുറൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സ്നാക്സ് ഒന്ന് ട്രൈ ചെയ്തൊക്കെ കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.